മാലിക് ഇബ്നു ദീനാർ തങ്ങളുടെ മറ്റൊരു സംഭവമുണ്ട്. കള്ളു കുടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ വഴിയിൽ കള്ളു കുടിച്ച് കിടക്കുകയാണ്. വായിൽ നിന്ന് നുര വരുന്നുണ്ട്. പക്ഷെ ആ കള്ളിൻ്റെ ഇടയിലും ബോധം കെട്ട് വീഴുമ്പോഴും ഇയാൾ പറയുന്നുണ്ട് അല്ലാഹ് അല്ലാഹ്. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് വല്ലാത്തൊരു കൗതുകമായി. കള്ളു കുടിച്ചിട്ടും വായിലൂടെ അല്ലാഹ് അല്ലാഹ് എന്നല്ലേ പറയുന്നത്. അപ്പം അവിടെ ഇരുന്നു. ആ കള്ളു കുടിച്ച മനുഷ്യൻ്റെ തലയിൽ ഇങ്ങനെ തലോടി വായിൽ നിന്ന് വരുന്ന നുരകളൊക്കെ ഇങ്ങനെ എടുത്തു കളഞ്ഞു. എന്തെന്നറിയോ? ആ വായിലൂടെ അല്ലാഹ് അല്ലാഹ് ഈ ഒരു വചനമല്ലേ കേൾക്കുന്നത്. ആ വാക്കിനൊരു ബഹുമാനല്ലേ, ആ ഇസ്മിനൊരു ശ്രേഷ്ഠതയില്ലേ. അതാര് പറഞ്ഞാലും കള്ളുകൂടി എൻ്റെ നാവെന്ന് വരുന്നതാണെങ്കിൽ പോലും അയാൾ അറിയാതെ പറയാൻ, എന്നാലും അത് അള്ളാഹുവിൻ്റെ ഇസ്മുൽ ജലാലത്താണ്, അള്ളാഹുവിൻ്റെ മഹോന്നതമായ ഇസ്മാണെന്ന് കരുതി ബഹുമാനപ്പെട്ടവർ ആ വായ എങ്ങനെ വൃത്തിയാക്കി കൊടുത്തിട്ട് ബഹുമാനപ്പെട്ടവരെങ്ങനെ എണീറ്റുപോയി. ബോധം തെളിഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചിടോ, നിൻ്റെ ഈ വായിലെ ഈ നുരക്കെ നീക്കിത്തന്ന ആളാരാ നിനക്കറിയോ എന്ന് ചോദിച്ചു. ഇല്ല, മാലിക് ഇബ്നു ദീനാർ. പടച്ച റബ്ബേ, ഞാൻ കള്ളുടിച്ച മൂപ്പര് കണ്ടോ? മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹുവിനെ അന്വേഷിച്ച് ഇയാൾ ഓടി നടന്നിട്ടുണ്ട്. കാണാൻ പറ്റിയിട്ടില്ല. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ തൻ്റെ അനുഭവം പറഞ്ഞു. അന്ന് എനിക്കൊരു സ്വപ്നദർശനമുണ്ടായിട്ട് ഞാൻ ഒരാളിനോട് പറയുന്നത് കേട്ടു, മാലിക് ഇബ്നു ദീനാറേ, എന്നെ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ അയാളുടെ വായ നന്നാക്കി കൊടുത്തില്ലേ? നിങ്ങളുടെ ആ ഒരു കയ്യിൻ്റെ ബർക്കത്ത് കൊണ്ട് ആ മനുഷ്യൻ്റെ ഖൽബ് നാം നന്നാക്കി കൊടുത്തിട്ടുണ്ട്. ചില മഹാന്മാരുടെ തടവൽ മതിയാവും രക്ഷപ്പെടാൻ. നെഞ്ചത്ത് വെച്ചൊരു ദുആ, തലയിൽ വെച്ചൊരു റുഖ്യ, ഒരു മുസാഫഹത്ത് മതിയാവും. ചിലപ്പോൾ സ്വാലിഹീങ്ങളുടെ കൂടെയുള്ള ഒരു ഇരുത്തം, ഒരൽപ്പനേരത്തെ സഹവാസം രക്ഷപ്പെടാതെ മതിയാവും. അതുകൊണ്ടാണ് നമ്മൾ ആരെ കാണുമ്പോഴും ദുആയിരക്കണേ ഇസ്തിഖാമത്തിന്, ഹിദായത്തിന് വേണ്ടി ദുആയിരക്കണേ എന്നിങ്ങനെ ദുആയിരക്കാൻ പറയുന്നത്. ചിലപ്പോൾ ഒരു ദുആ മതിയാവും. മാലിക് ഇബ്നു ദീനാറേ, നിങ്ങൾ വായ നന്നാക്കി കൊടുത്തത് കാരണം, നിങ്ങളത് ചെയ്തത് എന്നെ ബഹുമാനിച്ചുകൊണ്ടല്ലേ, എനിക്ക് വേണ്ടിയല്ലേ ആ മനുഷ്യൻ്റെ വായ നന്നാക്കിയത്. നിങ്ങൾ കാരണം ആ മനുഷ്യൻ്റെ ഹൃദയവും ഞാൻ നന്നാക്കി കൊടുത്തു എന്ന് മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങളോട് ആരോ വിളിച്ചു പറയുന്നു. മഹാനായ മാലിക് ഇബ്നു ദീനാർ എന്നവർ അന്ന് സുബഹിക്ക് പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ രാത്രി ഒരാൾ നിന്ന് നിസ്കരിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, തഹജ്ജുദിലാണ്. നിലാവെളിച്ചത്തിൽ ഒരാളെ കാണുന്നുണ്ട്. പള്ളിയിലേക്ക് സുബഹിക്ക് മുമ്പാണ് മാലിക് ഇബ്നു ദീനാർ ചെല്ലുന്നത്. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, നിങ്ങൾ ആരാണ്? അന്നേരം അദ്ദേഹം കൊടുത്ത മറുപടി, ആരാണോ എനിക്ക് ഹിദായത്ത് നൽകിയത് ആ അല്ലാഹു എൻ്റെ കാര്യം നിങ്ങളെ അറിയിച്ചു തന്നിട്ടില്ലേ? അപ്പോൾ നന്നായത് മാത്രമല്ല, മഅരിഫത്തിൻ്റെ അഹ്ലുകാരിലേക്ക് ഇയാൾ പെടുകയാണ്. മാലിക് ഇബ്നു ദീനാർ തങ്ങൾക്ക് അല്ലാഹു വിവരം നൽകിയത് ഇദ്ദേഹത്തിന് വിവരം കിട്ടിയിട്ടുണ്ട്. അതാ പറഞ്ഞതിനർത്ഥം. എന്നെ നന്നാക്കിയത് ആരാണോ ആ അല്ലാഹു എന്നെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? ആ ആളാണ് ഞാൻ. എൻ്റെ വായിലെ നുരയാണ് നിങ്ങളെന്ന് വൃത്തിയാക്കിയത്. ഞാനെന്ന് അല്ലാഹ് എന്നറിയാതെ കള്ളുകുടിച്ച്